യേശു പട്ടണത്തിലേക്ക് വന്നപ്പോൾ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി ഇരിക്കുന്നത് കണ്ടു. യേശു അവരെ കണ്ട് മനസ്സലിഞ്ഞു. യേശു തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ നിങ്ങൾ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിക്കുവിൻ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സലിയുന്നത് എപ്പോഴാണ്? ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നാം ഒരു പട്ടണത്തിലേക്ക് ചെന്ന സമയത്ത് എന്ത് കാഴ്ചയാണ് നമ്മുടെ ഹൃദയങ്ങളെ തകർത്തത്? വസ്ത്രമില്ലാതെ, പാർപ്പിടമില്ലാതെ, ഭക്ഷണമില്ലാതെ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികളെ കണ്ടപ്പോൾ നമ്മുടെ ഹൃദയം തകർന്നിട്ടുണ്ട്. ചിലരെ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സലിവുണ്ടായത്. എന്നാൽ പ്രിയപ്പെട്ടവർ, ഇവിടെ ഇതാ യേശു ഒരു പട്ടണത്തിലെ മുഴുവൻ ആളുകളെയും കണ്ടിട്ട് മനസ്സലിയുകയാണ്. യേശു എല്ലാവരെയും കണ്ട് മനസ്സലിയുകയാണ്. എന്താണ് നാം കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി യേശു കണ്ടത്? എന്താണ് എല്ലാവരെയും കണ്ടിട്ട് നമുക്ക് മനസ്സലിയാത്തത്? യേശുവിനെങ്ങനെ മനസ്സലിയുന്നു? യേശു എന്താണ് കാണുന്നത്? പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്ത് പറയുന്നു, യേശു അവരെ ഇടയനില്ലാത്ത, നാഥനില്ലാത്ത ആടുകളെ പോലെ കണ്ടു. അവർ കുഴഞ്ഞവരും ചിന്നിയവരുമായിരിക്കുന്നത് കണ്ടു. അത് കണ്ടവൻ മനസ്സലിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമുണ്ടോ? നിങ്ങൾക്ക് ദൈവാശ്രയമുണ്ടോ? നിങ്ങൾ ഒത്തിരി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ചില ശൂന്യതകൾ, ചില ഇല്ലായ്മകൾ, ചില വേദനകൾ, ചില ഭാരങ്ങൾ, ചില കഷ്ടതകൾ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ദൈവമുണ്ടല്ലോ, ഇടയനുണ്ടല്ലോ, നാഥനുണ്ടല്ലോ. നിങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കണം. ഇന്ന് നിങ്ങൾക്കില്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള സർവശക്തൻ കൂടെയുണ്ടല്ലോ. ഇന്നത്തെ ശൂന്യതകളെ നിറവാക്കുവാൻ കഴിവുള്ള സർവശക്തൻ കൂടെയുണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് ഭാരപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങളുടെ ആവശ്യം അറിയുന്ന സ്വർഗീയ പിതാവ് നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനല്ലേ. നിങ്ങൾ എന്തിനാണ് മനസ്സ് കലങ്ങുന്നത്? എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവമില്ലാത്തതല്ലേ ദാരിദ്ര്യം? ഇടയനില്ലാത്ത ആടുകളെപ്പോലെ എത്രയോ ആളുകൾ പട്ടണത്തിൽ കുഴഞ്ഞവരായിരിക്കുന്നുണ്ട്, ചിന്നിയിരിക്കുന്നുണ്ട്. അവരെ കണ്ട് മനസ്സലിയുന്ന യേശുവിനെ നിങ്ങൾ ഇന്ന് പകൽ കാണുന്നുവോ? യേശുവിൻ്റെ ഹൃദയം, യേശുവിൻ്റെ മനസ്സ് ആരാണ് ഇന്ന് പകൽ കാണുന്നത്? ദൈവമില്ലാത്ത അവസ്ഥ, ചിന്നിയിരിക്കുന്ന അവസ്ഥ അവൻ വ്യക്തമായി കണ്ടു. ഇന്ന് പകലത് കാണുവാൻ ദൈവം നമ്മുടെ കണ്ണ് തുറക്കട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. ആ കാഴ്ച കാണുവാൻ, യേശു കണ്ടത് കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ ദൈവമേ. യേശു എന്താണ് പറഞ്ഞത്? കൊയ്ത്തു വളരെയുണ്ട്, സത്യം, വേലക്കാർ ചുരുക്കം. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയ്ക്കാണ് ആളെ വേണ്ടത്.
ജീവനുള്ളൊരു ദൈവമുണ്ട്, രക്ഷകനുണ്ട്, സഹായകനുണ്ട്, കരുതുന്നവനുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ, പുരുഷാരത്തോട് വിളിച്ചു പറയുവാൻ, അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ ദൈവത്തിങ്കിലേക്ക് നയിക്കുവാൻ വേലക്കാരെ ആവശ്യമുണ്ട്. എത്ര പേർ ഇന്ന് പകൽ പ്രാർത്ഥിക്കും? നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ അവിടുത്തെ വേലയ്ക്കായി ഉപയോഗിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ കൊയ്ത്തിന് വേലക്കാരെ എഴുന്നേൽപ്പിക്കണം. നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനിയും ആയിരക്കണക്കിന് വേലക്കാരെഴുന്നേൽക്കുവാൻ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ വേദന അറിഞ്ഞ് പ്രാർത്ഥിക്കണം. അതെ, കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാർ ചുരുക്കമാണ്. വചനത്തോടെ പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.